കണ്ടോ, കറിവേപ്പില ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാനുള്ളത്. ഇതുപോലെ കറിവേപ്പില ചീത്താകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ തണ്ടോടുകൂടി കട്ട് ചെയ്തിട്ട്, ഇത് കണ്ടോ, ഞാനിവിടെ ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് എടുക്കത്തില്ല, ഇതുപോലെ പകുതിയാക്കിയാണ് എടുക്കുന്നത്. എന്നിട്ട് ഈ കറിവേപ്പിലയുടെ ഈ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അതിങ്ങനെ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കും. ഇങ്ങനെ വെച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏകദേശം ഒരാഴ്ച വരെ കരിവേപ്പില കേടുകൂടാതെ ഇരിക്കും. ഞാൻ മിക്കവാറും കരിവേപ്പില പറിച്ചിട്ട് ഞാൻ ഇതുപോലെ ചെയ്യുന്നത്. പക്ഷേ 2 ദിവസം കൂടുമ്പോഴേക്ക് ഞാൻ ഇത് ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ട് ഇതിലെ ഈ വെള്ളം കളഞ്ഞിട്ട് പുതിയ വെള്ളം വെച്ച് കൊടുക്കും. അപ്പം ഇങ്ങനെയാണ് ഞാൻ കരിവേപ്പില സൂക്ഷിക്കുന്നത്. ഇങ്ങനെ വെക്കുമ്പോൾ കരിവേപ്പില നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. എത്ര ചൂട് വന്നാലും ഇത് വാടിപ്പോകത്തില്ല. നമ്മളിതുപോലെ ഉഴുന്ന്, ചെറുപയർ പരിപ്പ്, ഗ്രീൻ പീസ് അല്ലെങ്കിൽ കടലപ്പരിപ്പ്, സാമ്പാർ പരിപ്പ് ഇതൊക്കെ ഇട്ട് വയ്ക്കുന്ന ബോട്ടിലിൽ കീടങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ഇത് അടച്ചു വെച്ചിരുന്നാൽ ഇതിനുള്ളിൽ കീടങ്ങളൊന്നും കടക്കില്ല. നമ്മളിതുപോലെ ഇതിനുള്ളിലേക്ക് വെച്ചിട്ട് ഈ ബോട്ടിൽ അങ്ങ് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഇതിലേക്ക് പ്രാണികളോ മറ്റ് കീടങ്ങളോ ഒന്നും കടക്കുകയില്ല. നമുക്ക് ഈ സവാളയുടെ സ്കിന്ന് പെട്ടെന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു കത്തി കൊണ്ട് സവാള രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത ശേഷം നമുക്ക് ഇതിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഈ സ്കിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, പെട്ടെന്ന് തന്നെ നമുക്കിതുപോലെ സ്കിന്ന് റിമൂവ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി നമുക്ക് വാഷ് ചെയ്ത ശേഷം ഏത് രീതിയിലെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. വെളുത്തുള്ളി നമുക്ക് പെട്ടെന്ന് തന്നെ പൊളിച്ച് കിട്ടണമെങ്കിൽ ഇതുപോലെ ഒരു ബൗളിൽ വെളുത്തുള്ളി ആവശ്യത്തിന് വെച്ച ശേഷം ഇതിലേക്ക് ഇത് നിറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ ചൂടുവെള്ളം ഒഴിച്ച് 5 മിനിറ്റ് മാറ്റി വെച്ച ശേഷം നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ പൊളിച്ചെടുക്കാൻ സാധിക്കും. ഇതിവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊളിച്ചെടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് തോല് പൊളിക്കാൻ പറ്റും. കണ്ടോ, ഈ ഒരു ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ സാധിക്കും. ചെറിയ വെളുത്തുള്ളിയാണെങ്കിലും ഇതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ വെളുത്തുള്ളി പൊളിച്ചെടുക്കേണ്ടതായിട്ട് വരും. ആ സമയം ഞാൻ ഇതുപോലെയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. ബദാം നമുക്ക് പെട്ടെന്ന് തന്നെ തോല് കളയണമെങ്കിൽ ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാൻ കുതിർത്തിട്ടൊന്നുമില്ല. ഇതുപോലെ ബൗളിലേക്ക് ബദാം ഇട്ട ശേഷം കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് മാറ്റി വെക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് ഈസി ആയിട്ട് ഇതിൽ നിന്ന് സ്കിന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. ഇതിവിടെ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാം. കുപ്പിയുടെ അടപ്പ് തുറക്കാൻ പറ്റുന്നില്ല, നല്ല മുറുക്കുവാണെങ്കിൽ നമ്മളൊരു കത്തി കൊണ്ട് ഇതിൻ്റെ അടപ്പിൽ ഇരിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ഇങ്ങനെ സൈഡിൽ 2-3 സ്ഥലത്തൊന്ന് തട്ടിക്കൊടുത്താൽ മതി. ഈസി ആയിട്ട് നമുക്ക് അടപ്പ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. നമ്മൾ ഇതുപോലെ സ്റ്റീൽ പാത്രമൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ അടിഭാഗം കുറച്ച് ഉപയോഗം കഴിയുമ്പോഴേക്ക് ഇതുപോലെ
കുറച്ച് പാടൊക്കെ വരും. അപ്പോൾ എത്ര കഴുകിയാലും ചിലപ്പോൾ അത് പോകണമെന്നില്ല. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ടൂത്ത് പേസ്റ്റ് എടുത്തിട്ട് ഇതിലേക്ക് തേച്ചിട്ട് ഒന്ന് സ്ക്രബ്ബർ കൊണ്ട് തേച്ച് കൊടുത്താൽ മതിയാകും. നല്ലതുപോലെ ഒന്ന് തേച്ചെടുക്കണം കേട്ടോ. ഇനി ഇത് ഞാൻ തുടച്ച് കാണിച്ചു തരാം. ശരിക്കും നല്ല ഒരു റിസൾട്ടാണ് ഇപ്പം നമുക്ക് കിട്ടുന്നത്. കണ്ടോ, നല്ലതുപോലെ ക്ലീൻ ആയിട്ടുണ്ട്. കട്ടിംഗ് ബോർഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം, അതായത് ബേക്കിംഗ് സോഡ. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഉപയോഗിച്ച നാരങ്ങയുടെ തോടുണ്ടെങ്കിൽ അത് ഇത് വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ സ്ക്രബ് ചെയ്ത ശേഷം ഒരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചിരിക്കാം. 5 മിനിറ്റിന് ശേഷം വീണ്ടും ഈ നാരങ്ങയുടെ തോട് കൊണ്ട് ഒന്നുകൂടി സ്ക്രബ് ചെയ്തിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ഇതിവിടെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും നാരങ്ങയുടെ ഈ തോടെടുത്തിട്ട് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ക്ലീനായി വരുന്നുണ്ട്. ഇത് ഞാൻ തുടച്ച് കാണിച്ചു. ഞാൻ ഇത് വാഷ് ചെയ്ത് എടുത്തിട്ട് വരാം. കണ്ടോ, കട്ടിംഗ് ബോർഡ് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഞാൻ ഇതിലേക്ക് ലിക്വിഡോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, വെറുതെ വെള്ളം ഒഴിച്ച് കഴുകിയെടുത്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ കട്ടിംഗ് ബോർഡ് നല്ല ക്ലീനായി വന്നിട്ടുണ്ട്. ഇനി ഒരു ഉണങ്ങിയ തുണി കൊണ്ട് ഇതൊന്ന് തുടച്ച് മാറ്റാം. കാരണം ഇത് വുഡൻ കട്ടിംഗ് ബോർഡ് ആയതുകൊണ്ട് തന്നെ ഈർപ്പം നിൽക്കാതിരിക്കാനാണ് ഞാൻ ഇനി ഇത് നല്ല ഉണങ്ങിയ തുണി കൊണ്ട് തുടയ്ക്കുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ കട്ടിംഗ് ബോർഡ് വൃത്തിയാക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ പേസ്റ്റ് ആക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കുക്കിങ്ങിന് എളുപ്പമായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും സമാസമം എടുത്തിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ വേണം അരച്ചെടുക്കാൻ. ഒന്നും കൂടി ഇതൊന്ന് ഒതുക്കിയിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ വേണം അരച്ചെടുക്കേണ്ടത്. ഇനി ഇതുപോലെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നർ എടുക്കണം. ഇതിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഇതിനായിട്ട് എടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാക്കി നമുക്ക് ഫ്രിഡ്ജിൽ ഏകദേശം 1 മാസം വരെ സൂക്ഷിക്കാൻ കഴിയും. ഇതാണ് ഈ ആഴ്ചത്തെ പൊടിക്കൈകൾ. ഇനി അടുത്ത നല്ലൊരു എപ്പിസോഡുമായി വരുന്നതുവരെ ബൈ.